अधिकार कट रहे हैं। मैं याद कीजिए अध्यक्ष महोदय, मैंने आपसे कहा था कि आप लोकतंत्र के न्यायाधीश हैं, और मैंने अध्यक्ष महोदय सुना है इस लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं। उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए। अध्यक्ष महोदय, मैं इस बिल का विरोध करता हूं। कोई अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है, पूरे सदन के हैं। इस तरह की गोलमोल बात आप नहीं कर सकते हो। आप नहीं हो अध्यक्ष के अधिकार के संरक्षक। एक मिनट प्लीज। ये इसलिए लाया जा रहा अध्यक्ष महोदय, अभी हारे हैं अध्यक्ष महोदय, अभी हारे हैं। ओके, नो। और दरअसल ये चाहते हैं नो। रिकॉर्ड में नहीं जा रहा आपका कुछ भी, रिकॉर्ड में नहीं जा रहा। नाम बुलाई सर। ലോക്സഭയിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. അതായത് വാക്പോര് നടന്നു. ഈ സ്പീക്കറുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലാണ് അഖിലേഷ് യാദവ് ഈ വാക്പോരിന് തുടക്കം കുറിച്ചത്. അഖിലേഷ് യാദവ് സ്പീക്കർ ഓം ബിർളയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെയും ഞങ്ങളുടെയും അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ്, ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങൾ, എന്നാൽ ചില ആളുകൾ നിങ്ങളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ് അല്ലെങ്കിൽ കൈകടത്തുകയാണ് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പോരാടുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. എന്നാൽ അഖിലേഷ് യാദവ് ഈ പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് അത്ര രസിച്ചില്ല. അമിത്ഷാ വളരെ കുപിതനായിക്കൊണ്ട് പറഞ്ഞു, സ്പീക്കറുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആളല്ല താങ്കളെന്നും സ്പീക്കറെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ നടത്തിയതുമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ മറ്റൊരു ഭാഗത്ത് ക്ഷുഭിതനായതോടുകൂടി ഇരുവരും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്നാൽ സ്പീക്കർ കാര്യങ്ങൾ വഷളാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ഒരു തീരുമാനമെടുക്കുന്നു. ചെയറിനെ കുറിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ ഓം ബിർള ഈ സംവാദം അല്ലെങ്കിൽ ഈ വാക്പോര് അവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം അമിത്ഷായെ ഇതുവരെ ലോക്സഭയിൽ വലിയ രീതിയിൽ അമിത്ഷായോട് ശബ്ദമുയർത്താൻ ഇതുവരെ പ്രതിപക്ഷ നേതാക്കൾക്കാർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം നേരത്തെയൊന്നും പ്രതിപക്ഷത്തിന് അത്ര വലിയ സ്വാധീനം സഭയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ സഭയിൽ സ്വാധീനം ഉണ്ടാകുമ്പോൾ അമിത്ഷായ്ക്കെതിരെയും വാക്കുപോര് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർലമെന്റിൽ പ്രതിപക്ഷ സഖ്യം വളർന്നു എന്നുള്ളതാണ് ഈ വീഡിയോ തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.